ഹല്ലേലൂയ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് മോശയോട് ചോദിച്ചാൽ മോശ പറയും കൊട്ടാരത്തിലല്ലായിരുന്നു. ദൈവം എന്നെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് കൊട്ടാരത്തിലല്ലായിരുന്നു. സ്തോത്രം. അതെന്താ മോശ കൊട്ടാരത്തിൽ തിരഞ്ഞെടുക്കാതിരുന്നത്? കൊട്ടാരത്തിൽ വെച്ച് എത്രയോ കാര്യങ്ങൾ, എത്രയോ തീരുമാനങ്ങൾ മോശ എടുത്തതാ. സ്തോത്രം. നല്ലൊരു അമ്മ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച്, പിതാക്കന്മാരെ സഹായിച്ച ദൈവത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ആ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്തോത്രം. മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട സമയത്ത് ഉപദേശിച്ചു കൊടുത്താൽ അവരും ആ ഉപദേശത്തിൽ നിൽക്കും. സ്തോത്രം. അവരും ആ ഉപദേശത്തിൽ നിൽക്കും. അതുകൊണ്ടാണ് വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപങ്ങളുടെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു എന്ന്. പ്രതിഫലം നോക്കിയോണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയൊക്കെ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്തോത്രം, നല്ലൊരു അടിത്തറ ആ മാതാവ് അവന്റെ ഹൃദയത്തിന്റെ അകത്തിട്ടു. സ്തോത്രം. ഞാനൊന്ന് ചോദിക്കട്ടെ മാതാപിതാക്കളോട്, നമ്മുടെ തലമുറകളുടെ ഉള്ളിൽ എത്രമാത്രം ഈ അടിസ്ഥാന വചനങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്? സ്തോത്രം. അവർ നമ്മിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. മാത്രമല്ല, നമ്മെപ്പോലെ ഒരു കുടുംബജീവിതം നയിക്കാനും അവര് ഒരു ഘട്ടത്തിൽ ദൈവം അവരെ എടുക്കും. ഇന്ന് കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, സ്തോത്രം, നമ്മുടെ തലമുറകൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, നാം അവർക്ക് വചനം കൊടുത്തിരിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ പറഞ്ഞതുപോലെ, ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വചനം കൊടുത്തില്ലെങ്കിൽ അടുത്ത തലമുറ ദൈവമില്ലാത്തവരായി ജീവിക്കും. സ്തോത്രം. ഇപ്പോൾ അവർ വചനമില്ലാത്തവരായി ജീവിച്ചാൽ അടുത്ത തലമുറ ദൈവമില്ലാത്തവരായി ജീവിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവവചനം അവരെ പഠിപ്പിക്കണം. സ്തോത്രം. +2 കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങൾ പോവും, പിന്നെ അവരെ കിട്ടത്തില്ല. സ്തോത്രം. +2 വരെയാണ് ശരിക്കും ഒരു ഗോൾഡൻ ടൈം. ഇപ്പൊ കുഞ്ഞുങ്ങൾ കൂടെയുള്ളവർ അതറിയത്തില്ല. കുഞ്ഞുങ്ങൾ കൂടെയുള്ള സമയത്ത് ഞങ്ങൾ അത്ര വലിയ വിലയൊന്നും മനസ്സിലാക്കിയില്ല. ഇന്ന് 4 മക്കളും അടുത്തില്ലാത്തപ്പോൾ മനസ്സിലാക്കുന്നു വില അതിൻ്റെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 14 വർഷം അവരുടെ സ്കൂൾ ടൈം ദൈവം കൈത്തന്നു. കൊടുത്ത് നിറയ്ക്കേണ്ടതെല്ലാം നിറയ്ക്കണം കേട്ടോ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ കൈകളിലുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക.